സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻ 8051 ഈ ടോപ്പിക്കിലെ 5ാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് അസിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ്റെ മെറിറ്റ്സ്, അസിൻക്രണസ് കമ്മ്യൂണിക്കേഷനിലെ ഒരു സ്റ്റാൻഡേർഡായ RS-232 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ്, ഏത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും റിസീവ് ചെയ്യണമെങ്കിലും 8051 അവൈലബിൾ ആയിട്ടുള്ള SBUF എന്ന് പറഞ്ഞ രജിസ്റ്റർ, സീരിയൽ മോഡ് ട്രാൻസ്ഫറിന് വേണ്ടി സഹായിക്കുന്ന ESCON എന്ന് പറഞ്ഞ രജിസ്റ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ ഈ SBUF, ESCON എന്ന് പറഞ്ഞ രജിസ്റ്ററും ടൈമർ എന്ന് പറഞ്ഞ രജിസ്റ്ററും കൂടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ പ്രോഗ്രാം ചെയ്യാം, പ്രോഗ്രാമിംഗ് ദ 8051 ടു ട്രാൻസ്ഫർ ഡേറ്റ സീരിയലി എന്നുള്ളതാണ്. ഇതിന് 8 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. PC-യുമായി അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായി മൈക്രോ കൺട്രോളർ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ PC-യുടെ ബോർഡ് റേറ്റിന് തുല്യമായിട്ടുള്ള ഒരു ബോർഡ് റേറ്റ്, മാച്ചിങ് ബോർഡ് റേറ്റ് 8051 സെറ്റ് ചെയ്യണം. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന് T-മോഡ് രജിസ്റ്റർ ടൈമർ ഉപയോഗിക്കണം. ടൈമർ ഇൻ മോഡ് 2. ടൈമറിന് 4 മോഡുകളുണ്ട്: മോഡ് 0, മോഡ് 1, മോഡ് 2, മോഡ് 3. മോഡ് 2 എന്ന് പറയുന്നത് 8-ബിറ്റ് ഓട്ടോമാറ്റിക് റീലോഡാണ്. ഇത് ടൈമറിന്റെ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ മോഡ് 2 എന്ന് പറഞ്ഞ ക്ലാസ് ഒന്നുകൂടി ഇന്നെടുത്ത് കാണണം, അപ്പോൾ നമുക്കത് ക്ലിയർ ആവും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് T-മോഡ് രജിസ്റ്റർ ഈസ് ലോഡഡ് വിത്ത് ദ വാല്യൂ 20H. ഈ T-മോഡ് രജിസ്റ്ററിന്റെ വാല്യൂ ലോഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമില്ല, ആ ക്ലാസ് ഒന്നുകൂടെ കണ്ടാൽ മതി. T-മോഡ് രജിസ്റ്ററിൽ 20H എന്നുള്ള വാല്യൂ കൊടുക്കും. അത് ഇൻഡിക്കേറ്റിംഗ് ദ യൂസ് ഓഫ് ടൈമർ 1 ഇൻ മോഡ് 2. ടൈമർ 1 മോഡ് 2-ലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിന്റെ ഇൻഡിക്കേഷനാണ് 20H. അത് T-മോഡിൽ സെറ്റ് ചെയ്യും. ദ ടൈമർ രജിസ്റ്റർ TH1 ഈസ് ലോഡഡ് വിത്ത് ദ വാല്യൂ ടു സെറ്റ് ദ ബോർഡ് റേറ്റ്. പിന്നെന്താ രണ്ടാമത്തെ കണ്ടീഷൻ? അപ്പോൾ ടൈമറിനകത്ത് കഴിഞ്ഞതിന് ശേഷം ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യണം. ബോർഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 28,800 തൊട്ട് താഴേക്ക് വരാം. 9,600, 4,800, 2,400, 1,200. ഇത് ഏത് ബോർഡ് റേറ്റ് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് താഴേക്കും സെറ്റ് ചെയ്യാം. ഈ സെറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു വാല്യൂ കൊടുക്കണം. അത് ടൈമറിൽ കൊടുക്കണം. TH1. ഇത് ടൈമർ 1 ആണ് ഉപയോഗിക്കുന്നത്. സോ TH1. TH1-ൽ കൊടുക്കേണ്ട വാല്യൂ ഏതാണെന്നാണ് ഈ ചാർട്ടിൽ പറയുന്നത്, ഈ ടേബിളിൽ പറയുന്നത്. -3 എന്നുള്ള വാല്യൂ കൊടുക്കാം. ഒന്നുകിൽ ഡെസിമലി നമുക്ക് -3 എന്ന് കൊടുക്കാം ഡയറക്റ്റ് ആയിട്ട്. മൂവ് TH1, #-3 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ മൂവ് TH1, #0FD എന്ന് പറഞ്ഞും കൊടുക്കാം. ഹെക്സാഡെസിമൽ ആണെങ്കിൽ -3ക്ക് തുല്യമായിട്ട് FD, -6ന് പകരം FA, -12 ആണ് കൊടുക്കുന്നെങ്കിൽ F4, -24 ആണ് കൊടുക്കുന്നെങ്കിൽ E8, -3 ആണ് കൊടുക്കുന്നെങ്കിൽ ബോർഡ് റേറ്റ് 9,600, -6 ആണെങ്കിൽ 4,800, -12 ആണെങ്കിൽ 2,400, -24 ആണെങ്കിൽ 1,200. അതായത് 28,800 ആണ് ഫ്രീക്വൻസി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 28,800/3 ചെയ്യുമ്പോൾ 9,600 ആയി. /6 ചെയ്യുമ്പോൾ, /12 ചെയ്യുമ്പോൾ 2,400, /24 ചെയ്യുമ്പോൾ 1,200. ഇതാണ് അതിന്റെ റിലേഷൻ. 3 എന്ന് പറഞ്ഞാൽ 3 പൾസസ് മതി. FD ആണ് അതിൽ കൊടുക്കുന്ന കൗണ്ടെങ്കിൽ FD കഴിഞ്ഞാൽ FE, FF, 00. അപ്പോഴേക്കും ടൈമർ റോൾ ഓവർ ചെയ്യും. 3 പൾസസ് മതി. FA-ലാണെങ്കിൽ 6 പൾസസ്, F4-ലാണെങ്കിൽ 12 പൾസസ് കൊണ്ട് ടൈമർ റോൾ ഓവർ ചെയ്യും. -24 ആണെങ്കിൽ E8 കഴിഞ്ഞാൽ 24 പൾസ് കൊണ്ട് ടൈമർ റോൾ ഓവർ ചെയ്യും. ഇപ്പോൾ 24 പൾസ് നേരത്തേക്ക് ടൈമർ റൺ ചെയ്യുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇതാണ് ടൈമറിൽ ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആദ്യം T-മോഡിൽ 20H സെറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് വേണ്ടുന്ന ബോർഡ് റേറ്റ് ഏതാണെന്ന് വെച്ചാൽ ഈ വാല്യൂ TH1-ൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇനി അടുത്ത സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഇനി ESCON രജിസ്റ്റർ ഈസ് ലോഡഡ് വിത്ത് 50H. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ്. ESCON-ന്റെ വാല്യൂ 50H. ഇതിന്റെ അർത്ഥം സീരിയൽ മോഡ് 1 ആണ്. 8 ബിറ്റ് ഡേറ്റ ട്രാൻസ്ഫർ ആകും. ഒരു സ്റ്റാർട്ട് ബിറ്റും ഒരു സ്റ്റോപ്പ് ബിറ്റും ഉണ്ടാകും. അതാണ് ESCON രജിസ്റ്ററിൽ 50H. അത് കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ എന്ന് കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും എന്തുകൊണ്ടാണ് ESCON-ൽ 50H സെറ്റ് ചെയ്യുന്നതെന്ന്. അതിനുശേഷം ടൈമറിനെ സ്റ്റാർട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് ബോർഡ് റേറ്റ് ആവുള്ളൂ. ടു സ്റ്റാർട്ട് ദ ടൈമർ TR1 സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ടൈമറിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. സെറ്റ് ബി TR1 എന്ന ഇൻസ്ട്രക്ഷൻ മതി. സെറ്റ് ബി ടൈമർ റൺ കൺട്രോൾ ബിറ്റ് ആണ്. ഈ സെറ്റ് ബി TR1 എന്ന് വെച്ചാൽ 2 ടൈമർ ഉണ്ട്. ടൈമർ 0, ടൈമർ 1 സ്റ്റാർട്ട് ആകും എന്നർത്ഥം. അവൻ ടൈമറിനെ സ്റ്റാർട്ട് ചെയ്തു. ഇനി ESCON രജിസ്റ്ററിൽ നമ്മൾ 2 ഫ്ലാഗിനെ കുറിച്ച് പറഞ്ഞു, TI ആൻഡ് RI. ഡേറ്റ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചേർന്നാൽ TI ഓൺ ആകും. ഡേറ്റ റിസീവ് ചെയ്താൽ RI ഓൺ ആകും. RI ഫ്ലാഗ് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് ആദ്യമേ റാൻഡമായിട്ട് TI ഫ്ലാഗിനെ നമ്മൾ ക്ലിയർ ചെയ്യും. ഇവിടെ ESCON സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും TI ഫ്ലാഗ് ഈസ് ക്ലിയർഡ് ബൈ ക്ലിയർ TI ഇൻസ്ട്രക്ഷൻ. അതായത് ട്രാൻസ്മിറ്റ് ഡേറ്റ ചെയ്തില്ല, അതിന് മുമ്പ് തന്നെ TI ഇനി റാൻഡമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ 0 ആക്കാൻ വേണ്ടി ക്ലിയർ TI ചെയ്തു. 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനിയാണ് നമ്മുടെ ക്യാരക്ടർ ബൈറ്റ് വെക്കേണ്ടത്. ക്യാരക്ടർ ബൈറ്റ് ഇവിടെ വെക്കേണ്ടത് ഏത് ഡേറ്റ അയക്കണമെങ്കിലും അത് SBUF-ൽ വെച്ചേ സാധിക്കുള്ളൂ. ഏത് ഡേറ്റ കിട്ടണമെങ്കിലും അത് SBUF-ലായിരിക്കും എത്തുക. അപ്പോൾ ദ ക്യാരക്ടർ ബൈറ്റ് ടു ബി ട്രാൻസ്ഫേർഡ് ഈസ് റിട്ടേൺ ഇൻ ടു ദ SBUF രജിസ്റ്റർ. നമുക്ക് അയക്കേണ്ട ക്യാരക്ടർ സീരിയലായിട്ട് അയക്കുകയാണ്. ഒരു ഡേറ്റ സീരിയലായിട്ട് അയക്കുമ്പോൾ ആ ഡേറ്റ SBUF-ലേക്ക് റൈറ്റ് ചെയ്യണം എന്നർത്ഥം. മൂവ് ദ ഡേറ്റ ടു SBUF. 7ാമത്തെ സ്റ്റെപ്പ്
എസ് ബഫിലേക്ക് ഡേറ്റ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡേറ്റ സെൻഡ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത സ്റ്റെപ്പുകളെല്ലാം കൂടെ ചേർന്ന് 7 സ്റ്റെപ്പ്, ഈ 6 സ്റ്റെപ്പിൽ കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഡേറ്റ സെൻഡ് ചെയ്ത് തുടങ്ങും. ഇനി നമ്മൾ നോക്കേണ്ടത് TI ഫ്ലാഗിന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡേറ്റ സെൻഡ് ചെയ്ത് തീർന്നോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ദ TI ഫ്ലാഗ് ഈസ് മോണിറ്റേർഡ് വിത്ത് ഇൻസ്ട്രക്ഷൻ JNB TI-XX. ജമ്പ് ഓൺ നോ ബിറ്റ് TI. TI എന്ന് വെച്ചാൽ ട്രാൻസ്മിറ്റ് ഇന്ററപ്റ്റ് ഫ്ലാഗ്. ജമ്പ് ഓൺ നോ ബിറ്റ്, ഈ ഇൻസ്ട്രക്ഷൻ നേരത്തെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ടൈമറിലൊക്കെ. ജമ്പ് ഓൺ നോ ബിറ്റ് അവിടെ വെയിറ്റ് ചെയ്യും. ഏതാ TI വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. ഇറ്റ് ഷോസ് വെദർ ദ ക്യാരക്ടർ ഹാഡ് ബീൻ ട്രാൻസ്ഫേർഡ് കംപ്ലീറ്റ്ലി. ഈ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് TI വരുന്നത് വരെ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ TI വന്നാൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്ത് തീർന്നു എന്നർത്ഥം. അത് എത്തിക്കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഡേറ്റ കംപ്ലീറ്റ് പോയി. അങ്ങനെയാണെങ്കിൽ ദെൻ ഗോ ടു സ്റ്റെപ്പ്. ഇനി അടുത്ത ക്യാരക്ടർ അയക്കണമെങ്കിൽ വീണ്ടും സ്റ്റെപ്പ് 5 പോയി TI ക്ലിയർ ചെയ്ത് അടുത്ത ഡേറ്റ എസ് ബഫിൽ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ 8 ബിറ്റ് ഡേറ്റ പോകുന്ന സമയം കഴിയുന്നവരെ TI വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വന്നതിന് ശേഷം വീണ്ടും സ്റ്റെപ്പ് 5 പോയാൽ ഓരോ ക്യാരക്ടറായിട്ട് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും TI ഫ്ലാഗ് ക്ലിയർ ചെയ്താൽ 0 ആണ്. അടുത്ത ക്യാരക്ടർ എസ് ബഫിൽ വെക്കുന്നു. വീണ്ടും TI ഫ്ലാഗിന് വെയിറ്റ് ചെയ്യുന്നു. വീണ്ടും തിരിച്ചു പോകുന്നു. ഇതാണ് ഓരോ ക്യാരക്ടറായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇതിന് മുന്നേ നമ്മൾ എന്തൊക്കെ ചെയ്ത് വെക്കണമെന്ന് വെച്ചാൽ ടൈമർ T മോഡ് സെറ്റ് ചെയ്യണം. T മോഡ് സെറ്റ് ചെയ്ത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന ബോർഡർ റേറ്റ് സെറ്റ് ചെയ്യാനുള്ള വാല്യൂ TH1 ടൈമർ രജിസ്റ്റർ കൊടുക്കണം. എസ്കോൺ സെറ്റ് ചെയ്യണം. ടൈമറിനെ സ്റ്റാർട്ട് ചെയ്യണം. ഈ 4 സ്റ്റെപ്പ് ചെയ്താൽ 5ാമത്തെ സ്റ്റെപ്പ് ക്ലിയർ TI ആണ്. ദെൻ 3 സ്റ്റെപ്പിലൂടെ റിപ്പറ്റേഷൻ നടന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള ഒരു ഡേറ്റ സീരിയലായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. 8 സ്റ്റെപ്പ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം.